നല്ലൊരു ജോലി, പിന്നെ സുരക്ഷിതമായ ജീവിതം. പെട്ടെന്നൊരു ദിവസം ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ജോലി ഉപേക്ഷിച്ച് വെറുതെ ഇരിക്കാനല്ല, ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യാനായിരുന്നു പ്ലാൻ. അതും ഒരു ബുള്ളറ്റിൽ. ആര് കേട്ടാലും നമ്പരക്കും. തിരുവനന്തപുരം പട്ടം സ്വദേശിയായ BP ബിജുവാണ് ആ തീരുമാനമെടുത്തത്. 666 ദിവസം നീണ്ട യാത്ര പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചെത്തി. വിദ്യാഭ്യാസത്തിലൂടെ പെൺകുട്ടികളുടെ ശാക്തീകരണം എന്ന സന്ദേശം ഉയർത്തി നടത്തിയ യാത്രയുടെ വിശേഷങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അതെ, നമസ്കാരം. അപ്പോൾ ഞാൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. 25 വർഷം ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ 40-ാം വയസ്സിലാണ് യാത്രകൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതൽ എല്ലാ വർഷവും ബാങ്കിൽ നിന്ന് ആനുവൽ ലീവ് എടുത്തുകൊണ്ട് യാത്രകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു 15 ദിവസം 20 ദിവസത്തേക്ക് യാത്രകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് ഇന്ത്യ മുഴുവൻ കാണണം, ഇന്ത്യ മുഴുവൻ സന്ദർശിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പോൾ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കണമെങ്കിൽ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതുകൊണ്ട് ജോലി ഉപേക്ഷിക്കാം എന്നുള്ളൊരു തീരുമാനം കുറച്ച് നാളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനൊരു യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അച്ഛൻ വയ്യാണ്ടായി. അപ്പോൾ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് റിക്വസ്റ്റ് ട്രാൻസ്ഫർ മേടിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ അച്ഛനെ കാര്യങ്ങൾ നോക്കും. ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ അച്ഛനെ നോക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അച്ഛൻ മരണപ്പെട്ടു. പിന്നെ അമ്മ ഒറ്റയ്ക്കായി. അങ്ങനെ വീണ്ടും ഞാൻ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ കണ്ടിന്യൂ ചെയ്തു. എൻ്റെ ആഗ്രഹം അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട്. പിന്നെ കൊറോണ സമയമായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇനിയും അത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാണ്ട് വരും. എൻ്റെ പ്രായം എൻ്റെ യാത്ര ചെയ്യാനായിട്ടുള്ളതിന് ആ ഒരു ഇത് തടസ്സപ്പെടുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴാണ് റൈറ്റ് ടൈം. എനിക്ക് 50 വയസ്സ് ആയപ്പോഴാണ് യാത്ര ചെയ്യാൻ. ഇനി 25 വർഷം സർവീസുമായി 50 വയസ്സുമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് റൈറ്റ് ടൈം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജോലി ഉപേക്ഷിക്കുന്നത്. ജോലി ഉപേക്ഷിക്കുമ്പോഴാണ് വീട്ടിലും എല്ലായിടത്തും ഒരു പ്രഷർ ഉണ്ടാകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി ഉപേക്ഷിച്ചിട്ട് കറങ്ങാൻ പോവാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എപ്പോഴും ഈ യാത്രകളെ പറ്റി പൊതുവേ ഉള്ളൊരു ധാരണ അങ്ങനെയാണ്. നമ്മൾ കറങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എതിർപ്പുകൾ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. കൂട്ടുകാരുടെ ഭാഗത്താണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എൻ്റെ കൂടെ എൻ്റെ സ്ഥാപനത്തിലാണെങ്കിലും. സ്ഥാപനം എനിക്ക് ആക്ച്വലി അവരെനിക്ക് ലീവ് തരാമെന്ന് പറഞ്ഞു. ലീവ് എടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ തിരിച്ച് വന്ന് ജോയിൻ ചെയ്യൂ എന്നൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇതിലങ്ങനെ ഇതിൽ ബൗണ്ടായിട്ട് അങ്ങനെ ചെയ്യാനായിട്ടൊരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ജോലി ഉപേക്ഷിച്ചിട്ട് തന്നെ പോകാം. അങ്ങനെയാണ് മെയ് 1-ാം തീയതിയാണ് 2023 മെയ് 1-ാം തീയതി ഞാൻ ജോലി രാജിവെക്കുകയാണ്. ജോലി രാജിവെച്ചു. അതിനുശേഷം ഞാൻ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിരുന്നു. യാത്ര അതിനു വേണ്ടിയിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകൾ ഞാൻ പ്ലാൻ ചെയ്തത് 800 ദിവസത്തെ ഒരു ഇന്ത്യ പര്യടനം. ഈ 800 ദിവസത്തിൻ്റെ കാൽക്കുലേഷൻ തന്നെ വന്നത് എൻ്റെ യാത്ര 666 ദിവസം. ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങൾ എല്ലാം വെച്ചിട്ട് അത് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ 666 ദിവസവും. പിന്നെ ഞാനൊരു 134 ദിവസം എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ, വണ്ടി വഴിയിലാകുന്നു, വണ്ടി പണിയാവുന്നു, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ, അപ്പോൾ ഇതിനെല്ലാം ഫാക്ടർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച പ്രകൃതി ദുരന്തങ്ങൾ നോർത്തിലും എല്ലാം പ്രകൃതി ദുരന്തം. അപ്പോൾ അങ്ങനെ സ്റ്റക്കായി പോകുന്ന സാഹചര്യങ്ങളെല്ലാം ഫാക്ടർ ചെയ്തിട്ട് ഞാനൊരു 134 ദിവസം കൂടെ അതിൻ്റെ അങ്ങനെയാണ് ഞാൻ 800 ദിവസം എന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ പ്ലാനിങ് ആയി. ജോലിയൊക്കെ മാറ്റിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടായി. അപ്പം ഞാൻ പ്ലാനിങ്ങിൽ ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരെ കൺവിൻസ് ചെയ്യാന്നുള്ളതായിരുന്നു, എൻ്റെ ഈ യാത്ര പോകാനായിട്ട്. അപ്പോൾ കൺവിൻസ് ചെയ്യാൻ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ പറ്റി. കൺവിൻസ് ചെയ്യാണ്ട് എനിക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാനും പറ്റില്ലായിരുന്നു. അത് ആർക്കും പറ്റില്ല.
ഇപ്പം നമ്മളെല്ലാവരും വിചാരിക്കുന്ന, അല്ലെങ്കിൽ പൊതുവേ നമ്മളൊരു ധാരണ ഫാമിലി സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലി നമ്മളെ സമ്മതിക്കാത്തത് ഒരു ഇമോഷണൽ കാരണമാണ്. എപ്പോഴും അതൊരു ഇമോഷണൽ റീസൺ ആയിരിക്കും നമ്മളെ അവരൊരു കാര്യം ചെയ്യാൻ അനുവദിക്കാത്ത. നോർമലിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറിയ ഒരു കാര്യം ചെയ്യാൻ ഫാമിലി സമ്മതിക്കാത്തതിൻ്റെ കാരണം പ്രത്യേകിച്ചും അതൊരു ഇമോഷണൽ കാരണമായിരിക്കും. അപ്പോൾ അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ ഒരു തലത്തിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കിയതും, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഫാമിലി ആയിരിക്കും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഫാമിലിയെ കൺവിൻസ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. പക്ഷെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഫാമിലിയെ കൺവിൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഈ ഒരു യാത്രയിൽ മനസ്സിലാക്കിയത് ഫാമിലിനെ കൺവിൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്നും അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഫാമിലിയുടെ കൺസെൻറ്റ് മേടിച്ചു. ഫാമിലി സമ്മതിച്ചു. എല്ലാവരും, എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും അതിനോട് യോജിച്ചു. എൻ്റെ കൂട്ടുകാരും വളരെ അധികം സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ജനുവരി 1-ാം തീയതി യാത്ര തുടങ്ങാമെന്നുള്ളൊരു കാര്യത്തിലേക്ക് വന്നത്. ഇതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു ഏജൻസി എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരുന്നു. അവരെനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് വഴിയുടെ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങും എല്ലാം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏജൻസി വന്നിരുന്നു. പക്ഷെ പിന്നീട് അവർ ബാക്ക് ഔട്ട് ചെയ്യായിരുന്നു. അവർക്കത് അതുപോലെ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പല കാരണങ്ങളും കൊണ്ട് അവർ മാറ്റി വെച്ച് അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാനത് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ റോട്ടറി ക്ലബിൻ്റെ മെമ്പറാണ്. അപ്പോൾ ഞാനിവിടെ ട്രിവാൻഡ്രം സൗത്ത് റോട്ടറി ക്ലബിലെ അംഗമാണ്. അപ്പോൾ റോട്ടറി ആയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ റോട്ടറി പറഞ്ഞു അവർക്ക് വളരെ സന്തോഷമായിരിക്കും ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ലോകമെമ്പാടും റോട്ടറി ക്ലബ്ബുകളുണ്ട്. ഇന്ത്യയിലും ഒരുപാട് റോട്ടറി ക്ലബ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റോട്ടറി ആയിട്ടുള്ളൊരു അസോസിയേഷൻ, കാരണം ഞാൻ എടുത്ത തീം എന്ന് പറയുന്നത് ഗേൾ എംപവർമെൻറ്റ് ത്രൂ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഈ തീം റോട്ടറിയുടെ തീമുമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റോട്ടറി ഈ ഒരു ഐഡിയ സെയിം ഇത് തീമുമായിട്ട് അലൈൻ ചെയ്യാമെന്നും അവർ സപ്പോർട്ട് ചെയ്യാമെന്നും, സപ്പോർട്ട് ഇൻ ദ സെൻസ് അവർ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഈ സ്കൂളുകളിൽ സെഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു സഹായം, അതായിരുന്നു പ്രധാനമായിട്ടുണ്ടാകും. സ്കൂളുകളിൽ പോയിട്ട് അല്ലെങ്കിൽ കോളേജുകളിൽ പോയിട്ട് കുട്ടികളുമായിട്ട് സംവാദിക്കുന്ന ഒരു കാര്യം, അത് ചെയ്യാമെന്നുള്ളത് റോട്ടറി സമ്മതിച്ചത്. അങ്ങനെയാണ് റോട്ടറി ഇവിടെ ചെറിയ തോതിൽ നമ്മൾ ആൾക്കാരുമായിട്ട് സംവാദിച്ചു തുടങ്ങി. അങ്ങനെ സംസാരിച്ച ആൾക്കാരെല്ലാവരും നമ്മളെ സഹായിക്കാം, അവിടെ വന്നാൽ മതി, അവിടുത്തെ കാര്യങ്ങൾ അവർ നോക്കാം എന്നുള്ളൊരു ഇതും പറയുകയും അങ്ങനെയാണ് ഈ യാത്ര പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് തുടക്കം യാത്രയുടെ. അങ്ങനെ ജനുവരി 1-ാം തീയതി 2024 ജനുവരി 1-ാം തീയതി നമ്മൾ ട്രിവാൻഡ്രം ക്ലബിൽ നിന്നാണ് യാത്ര ഫ്ലാഗ് ഓഫ് ആയത്. അങ്ങനെ ജനുവരി 1-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഞാൻ നേരെ കന്യാകുമാരിയിലേക്ക് പോയി. കന്യാകുമാരിയിൽ നിന്ന് ഗാന്ധി മണ്ഡപത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ശരിക്കും യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ അത് ഗാന്ധി മണ്ഡപം കന്യാകുമാരി ഇത് തിരഞ്ഞെടുക്കാനുണ്ടായിരുന്ന കാരണവും ഉണ്ടായിരുന്നു. കാരണം പുറത്തേക്ക് പോയി, അത് ഞാൻ അനുഭവിച്ച കാര്യം കൂടിയാണ്. ഞാൻ പുറത്ത് പോയിട്ട് തിരുവനന്തപുരം എന്ന് പറയുമ്പോഴത്തേക്കും കേട്ടിട്ടില്ല ആൾക്കാർ, പല ആൾക്കാരും കേട്ടു. നോർത്തിലും നോർത്ത് ഈസ്റ്റിലും ഉള്ളവരൊന്നും പലരും കേട്ടിട്ടില്ല തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എനിക്ക് കന്യാകുമാരി എന്നുള്ളൊരു സ്ഥലം, ആ ഒരു പോയിന്റ് എല്ലാവർക്കും കേട്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് കന്യാകുമാരിയിൽ നിന്ന് യാത്ര ആരംഭിച്ചു എന്നുള്ളത് പറയുമ്പോഴത്തേക്കും അതെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് നിന്ന് യാത്ര തിരിച്ചു എന്നുള്ളത്. ഇനി ഗേൾ എംപവർമെൻ്റ് എന്നുള്ളൊരു ആശയം ഇതെടുക്കാനുണ്ടായിരുന്ന കാരണം, ഞാൻ ഈ സോളോ ഒറ്റയ്ക്കുള്ളൊരു യാത്ര ചെയ്യുമ്പോൾ
ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആൾക്കാരുമായിട്ട് സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വിഷയം വേണമെന്നുള്ളതുണ്ടായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചത് ഒന്ന് ആരുമായിട്ട് സംസാരിക്കും എന്നാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് സ്കൂളുകളിലും കോളേജുകളിലും പോയി കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഒന്ന്, എനിക്ക് അവരെ കാണുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ, അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ലെവൽസ്. രണ്ടാമത് ഈ ഭാവി തലമുറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരാണ് അടുത്ത ഈ നമ്മുടെ രാജ്യത്തിനെ അടുത്ത ലെവലിലേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളുമായിട്ട് സംസാരിക്കാം എന്നുള്ളതും തീരുമാനിച്ചത്. അപ്പോൾ സംസാരിക്കുമ്പോൾ എന്ത് വിഷയം? അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും പ്രധാനമായിട്ടും എനിക്ക് തോന്നിയ 2 വിഷയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ പെൺകുട്ടികളുടെ ശാക്തീകരണം. അതിൻ്റെ കാരണം എനിക്ക് തോന്നിയത്, നമ്മുടെ നാട്ടിൽ ഇന്ന് ഏത് സാമൂഹ്യ പ്രശ്നം എടുത്തു കഴിഞ്ഞാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് പെൺകുട്ടികളെയാണ്. അത് ആൺകുട്ടികളെയോ പുരുഷന്മാരെയോ സ്ത്രീകളെയോ വെച്ച് നോക്കിക്കഴിഞ്ഞാലും അവരെക്കാട്ടിലും കൂടുതൽ ബാധിക്കപ്പെടുന്നത്, അതൊരു കുടുംബത്തിലെ പ്രശ്നമാണെങ്കിലും സമൂഹത്തിലെ പ്രശ്നമാണെങ്കിലും ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്നത് പെൺകുട്ടികളാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായതുകൊണ്ടാണ് ഈ പെൺകുട്ടികളുടെ ശാക്തീകരണം എന്നുള്ളത് ഞാൻ തിരഞ്ഞെടുത്തത്. രണ്ടാമത്തൊരു കാര്യം ഞാൻ കണ്ടത്, നമ്മുടെ രാജ്യത്ത് ഇല്ലിട്രസി, നിരക്ഷരത, അതൊരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ കണ്ടിരുന്നു. ഞാൻ വെറുതെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോഴത്തേക്കും ഏകദേശം 28 കോടി ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിരക്ഷരരായിട്ടുണ്ട്. അതൊരു വലിയൊരു സംഖ്യയാണ്. രണ്ടാമത് നമുക്ക് സാക്ഷരതയുടെ പ്രശ്നങ്ങൾ വേറെയുണ്ട്, എഡ്യൂക്കേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ വേറെ ഉണ്ടെങ്കിലും ഈ നിരക്ഷരത ഒരു പ്രധാന പ്രശ്നമായിട്ട് വരും. ഇപ്പോൾ ഈ 2 വിഷയങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിച്ചതും. ഈ 2 വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാമെന്നുള്ളതും ഞാൻ തീരുമാനിച്ചിട്ടാണ് ഈ വിഷയങ്ങൾ 2ഉം ഞാൻ തിരഞ്ഞെടുക്കുന്നത്. പോയപ്പോൾ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകുകയും ചെയ്തു. ഇന്നും നമ്മുടെ രാജ്യത്ത് പലയിടത്തും ബാലവിവാഹം നടക്കുന്നുണ്ട്. ചൈൽഡ് മാരേജസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചൈൽഡ് മാരേജസിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന ഇത് ഗ്രാമങ്ങളിൽ മാത്രം നടക്കുന്നതായിരിക്കും. അല്ല, ഞാൻ നഗരങ്ങളിലും ഇത് നടക്കുന്നതുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് പാവപ്പെട്ടവരുടെ ഇടയിലാണ് ഇത് നടക്കുന്നത്. അങ്ങനെയല്ല, പണക്കാരുടെ ഇടയിലും അത് നടക്കുന്നു. നമ്മൾ വിചാരിക്കും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഇത് നടക്കുന്നത്. അങ്ങനെയല്ല, സാക്ഷരരായിട്ടുള്ള ആൾക്കാരിലും. നമ്മൾ വിചാരിക്കും ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നടക്കുന്നത്. അങ്ങനെയല്ല, എല്ലാ മതവിഭാഗങ്ങളിലും ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാം എന്നുള്ളൊരു ഇതും ആൾക്കാരുടെ ആ ഒരു കാഴ്ചപ്പാട് അതിലേക്ക് മാറ്റാം എന്നുള്ള, ഇതിൻ്റെ ഒരു സാമൂഹ്യ ദുരന്തം എന്നുള്ള നിലയിലേക്ക് അതിനെ ചിത്രീകരിക്കാമെന്നും പെൺകുട്ടികളെ തന്നെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാം, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് ഞാൻ എത്തിയത്. ഈ യാത്രയിൽ ഞാൻ ഈ ചൈൽഡ് മാരേജസ് നന്നായിട്ട് കണ്ടു എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടെ ഞാൻ റോട്ടറി ആയിട്ട് ബന്ധപ്പെട്ടൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കും നമ്മൾ കണ്ടത്, അവിടുത്തെ ആ പ്രദേശത്ത് പെൺകുട്ടികൾ 8ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ സ്കൂളിലേക്ക് തിരിച്ച് മടങ്ങി വരുന്നില്ല, പല പെൺകുട്ടികളും. അപ്പം ഞങ്ങളത് അന്വേഷിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരും പറഞ്ഞു അതൊരു കോമൺ ഫിനോമിനൻ. അപ്പം ഞങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾക്കാർ, ആ ഗ്രാമത്തിലുള്ള ആ പ്രദേശത്തുള്ള വാർഡിലുള്ള എല്ലാ ആൾക്കാരും വന്നത്. ഇതൊരു റിലീഫ് ആക്ടിവിറ്റി ആയിരുന്നു. ഒരു വെള്ളപ്പൊക്ക സമയത്ത് ചെയ്തൊരു പരിപാടി ആയപ്പോഴത്തേക്ക് റിലീഫ് സാധനങ്ങൾ മേടിക്കാനായിട്ട് ആൾക്കാരെല്ലാം വന്നിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടത് 13 വയസ്സ് 14 വയസ്സുള്ള പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോയിരിക്കുകയാണ്. ഞാൻ 16 വയസ്സുള്ളൊരു കുട്ടി, ഒരു പെൺകുട്ടിയുടെ കയ്യിൽ വേറൊരു കുട്ടിയായിട്ട് വന്നിരിക്കുന്നത്. ആ കുട്ടി അമ്മയാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ അവിടുത്തെ ടീച്ചർമാരുമായിട്ടൊക്കെ ചോദിച്ചു, ഈ സ്കൂളിലെ ടീച്ചർമാരായിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ടീച്ചർ ഇതിവിടെ കോമൺ ആണ്. അപ്പം ഞാൻ അവരുടെ ചോദിക്കുകയാണ്, ഇത് തെറ്റാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതൊരു കോമൺ ആകുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് എ റെഗുലർ. എല്ലാവരും ചെയ്യുമ്പോഴത്തേക്കും ഒരു തെറ്റ് ശരിയായി മാറുന്നൊരു കാഴ്ചപ്പാട്. അതായത് തെറ്റാണെന്ന് അവർക്ക് അറിയാമെങ്കിലും അവരത് പ്രശ്നമല്ല എന്നുള്ള നിലയിൽ. പിന്നെ ഞങ്ങളവിടെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങളവിടെ ഒരു ആക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കുക ചെയ്തത്. നമ്മളവിടെ ഞങ്ങളെ റോട്ടറി മെമ്പേഴ്സും എല്ലാം ചേർന്നിട്ട് ഒരു ആക്ഷൻ ഗ്രൂപ്പ് ആയിട്ട്, ഒരു ഹൈക്കോർട്ടിലെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, സീനിയർ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, ലേഡി, അവരുമായിട്ട് ചേർന്ന് ഒരു ആക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. ഈ ആക്ഷൻ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പിന്നെ മാസത്തിൽ ഒരിക്കൽ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത്, ഞാൻ എൻ്റെ യാത്ര അവസാനിക്കുന്ന കാര്യം പറഞ്ഞ് അവർ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞാണ്, ഞാൻ അവിടെ നിന്ന് നമ്മൾ ആ ആക്ഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് ഒരു ചൈൽഡ് മാരേജ് പോലും പിന്നെ ആ പ്രദേശത്ത് നടന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. നമുക്ക് അത്രയും ഒരു
കാര്യം നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇവരങ്ങനെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ആൾക്കാരെ ബോധവൽക്കരിക്കാനായിട്ടും ആൾക്കാർക്ക് ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമാണ് നമുക്കൊരു ഈ പറഞ്ഞ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമത് ഞാൻ കണ്ട ഒരു കാര്യം, നമ്മളെ രാജ്യത്ത് എല്ലാവരും കേട്ടിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഇതെല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ സ്വച്ഛ് ഭാരത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിരിക്കുന്ന ഒരു പദ്ധതി, ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള പദ്ധതിയാണ്. അപ്പം ഞാൻ ഈ പദ്ധതിയെ പറ്റിയിട്ട് ഗവൺമെൻറ്റുമായിട്ട് നേരിട്ട് കത്തിടപാടുകളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് 5 സ്റ്റേറ്റിലും ഡൽഹി യൂണിയൻ ടെറിട്ടറിയിലുമാണ് ഇത് 2015 ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു സ്കീമാണ്. ഈ സ്കീം എന്താണെന്ന്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള സ്കീം പൊതുവേ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ പരിപാടിയാണ്, ബേട്ടി ബച്ചാവോ എന്നുള്ളതാണ്. അതായത് പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ തടയുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുശേഷം അവരെ വളർത്തുക, പഠിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേതായിട്ട്. അങ്ങനെയാണ് ആ സ്കീം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അതിനെ പറ്റിയിട്ടൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പൊതുവേ ജനങ്ങൾ വിചാരിക്കുന്നത് ഇതിങ്ങനെയാണ്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്തോ ഒരു സ്കീമാണ്. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത 5 സ്റ്റേറ്റും ഡൽഹി യൂണിയൻ ടെറിട്ടറിയും സെക്സ് റേഷ്യോ കുറവായതുകൊണ്ടാണ് ആ പ്രദേശങ്ങളെ തിരഞ്ഞെടുത്തത്. 2015 വളരെ വലിയൊരു രീതിയിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ 2023 സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ 5 സ്റ്റേറ്റുകളിലും 2015 ഉണ്ടായിരുന്ന സെക്സ് റേഷ്യോനെക്കാട്ടിലും താഴെ വന്നിരിക്കുകയാണ്. വിച്ച് മീൻസ് ഈ സ്കീം അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണത്. ഇത്രയും 8 വർഷത്തിന് ശേഷം ഒരു പഠനം നടക്കുമ്പോൾ സെക്സ് റേഷ്യോ കുറഞ്ഞു പോവുക എന്നുള്ളൊരു സിറ്റുവേഷൻ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അലോട്ട് ചെയ്ത ഫണ്ടിൽ 80% അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ മുഴുവൻ ഇത് കേട്ടിരിക്കുന്നത്. നമ്മൾ ലോറികളിലും എല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലായിടത്തും പൊതുസ്ഥലങ്ങളിലെല്ലാം ഇതിനെ പറ്റിയിട്ട് ഇൻഫർമേഷനാണ്. പക്ഷേ സ്കീം പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യം. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ്റിന്, അത് ഏത് ഗവൺമെൻറ്, ഞാൻ രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ ഏത് ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ് ഒരു സ്കീം വിജയിപ്പിക്കാൻ പാടാണ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇല്ലാണ്ട്. ഗവൺമെൻറ്റിന് ഒറ്റയ്ക്കൊരു പരിപാടി നടപ്പിലാക്കാനും പാടാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും, എല്ലാവരും, നമ്മൾ ഓരോ ഇന്ത്യനും ഓരോ ഭാരതീയനും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടെ ചെയ്യണം എന്നുള്ളൊരു, എന്തെങ്കിലും, രാജ്യത്തിൽ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്നുള്ളൊരു അഭിപ്രായം കൂടെ എനിക്ക് ഈ യാത്രയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് പ്രചരിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഐഡിയ, ഈ കോൺസെപ്റ്റ് എടുക്കാനുണ്ടായിരുന്ന കാരണം. യാത്രയിൽ മറക്കാനാവാത്ത അനുഭവം ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ 666 ദിവസം യാത്രയിൽ എല്ലാ ദിവസവും ഒരുപാട് അനുഭവങ്ങളായിരുന്നു. മറക്കാനാവാത്ത അത്രയും അനുഭവങ്ങൾ തന്നെയുണ്ട്. അത് എത്ര ദിവസം ഉണ്ടോ അത്രയും അനുഭവങ്ങൾ തന്നെയുണ്ട്. മോശമായിട്ട് ഒരു അനുഭവം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും ദിവസത്തിൻ്റെ യാത്രയിൽ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിക്കുന്നതോ അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടാക്കിയതോ അല്ലെങ്കിൽ മോശമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു അനുഭവം പോലും എനിക്കുണ്ടായിട്ടില്ല. അതൊരു വലിയൊരു അതിശയമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ഈ യാത്രയിൽ മനസ്സിലാക്കിയ വേറൊരു കാര്യമാണ്, ഇന്ത്യ ഈസ് എ സേഫ് കൺട്രി ടു ട്രാവൽ. അത് ആൾക്കാരുടെ പൊതുവേ ഉള്ളൊരു തെറ്റായിട്ടുള്ള ധാരണയാണ് ഇന്ത്യ സുരക്ഷിതമല്ല എന്നുള്ളത്. ഇന്ത്യ വളരെ സുരക്ഷിതമാണ്. എൻ്റെ യാത്രയിൽ അങ്ങനത്തെ മോശമായിട്ട് ഒരു അനുഭവം പോലും ഉണ്ടായിട്ടില്ല. ഞാനൊരു 1-2 സംഭവങ്ങളും കൂടെ പറയാം. ഈ യാത്രയിൽ ഞാൻ ഒരുപാട് ട്രാവലേഴ്സിനെ കണ്ടായിരുന്നു. ഒരുപാട് സോളോ ട്രാവലേഴ്സിനെ കണ്ടു, ഒരുപാട് വിമൻ ട്രാവലേഴ്സിനെ കണ്ടു. അപ്പോൾ ഇവരുമായിട്ടെല്ലാം സംസാരിക്കുമ്പോഴും അവരുടെ അനുഭവം അത് തന്നെയാണ്. ഇന്ത്യയിൽ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ കണ്ട 2 സ്ത്രീകൾ അവർ ട്രക്ക് ഓടിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയാണ്. ഞാൻ ചണ്ഡീഗഡിൽ ചെന്നപ്പോഴത്തേക്കും ഞാനൊരു സ്ത്രീയെ പരിചയപ്പെട്ടു.
ഷീ ഹസ് ട്രാവൽ ദി എൻറ്റയർ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഒറ്റയ്ക്ക്. അവർ ട്രാവൽ ചെയ്തത് ലിഫ്റ്റ് ചോദിച്ച്, ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറഞ്ഞ് ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് അവർ യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ അനുഭവം, അപ്പോൾ അവരിങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും എൻ്റെയും ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ടല്ലോ, ഇന്ത്യ സുരക്ഷിതമല്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മാർഷൽ ആർട്സ് വല്ലതും അറിയാമോ? അവർ പറഞ്ഞു ഇല്ല, അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ചോദിക്കണം, നിങ്ങളിൽ വല്ല വെപ്പൺസ് ഉണ്ടോ, അല്ലെങ്കിൽ പെപ്പർ സ്പ്രേ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇത്രയും ഇതായിട്ട് ഫ്രീ ആയിട്ട്? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇത് എൻ്റെ മൈൻഡ് സെറ്റിൻ്റെ കാര്യമാണ്, നമ്മുടെ ചിന്താധാരയുടെ ഒരു കാര്യമാണ്. നമുക്ക് സേഫ്റ്റി അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ സേഫ്റ്റി അല്ല എന്നുള്ള അനുഭവം, ഇത് സേഫാണ് കുഴപ്പമില്ല എന്നുള്ളൊരു നിലയിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതാണ്. നമുക്ക് അനുഭവങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാവാം. യാത്ര ചെയ്യുന്നത് കൊണ്ട് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അതൊരു സുരക്ഷിതമാണ് എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഇന്ത്യയിൽ മനസ്സിലാക്കിയത്, എനിക്ക് ഒരുപാട് സപ്പോർട്ട്, ഞാൻ കണ്ട ആൾക്കാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, ഞാൻ സംസാരിച്ച ആൾക്കാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ബീഹാറിൽ ചെന്നപ്പോൾ, ബീഹാറിനെ പറ്റിയിട്ട് നമുക്ക് അങ്ങനെ ഒരു മോശം അഭിപ്രായമുണ്ട്. ബീഹാറിൽ നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് പോകും അങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷനുണ്ട്. പക്ഷെ ബീഹാറിൽ ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്കോ രാത്രിയിലോ ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ, ഒരു ബിഹാരി എന്നെ വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയിരുന്ന ഭക്ഷണം തരുന്ന സിറ്റുവേഷൻ, വീട്ടിൽ കൊണ്ടുപോകുന്ന സിറ്റുവേഷനൊക്കെ ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ബീഹാറിൽ എനിക്കതൊരു അനുഭവമായിരുന്നു. ഞാൻ ചെറിയൊരു അനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നാഗാലാൻഡിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. നാഗാലാൻഡിനെ പറ്റിയിട്ട് പൊതുവേ ആൾക്കാർ പറയുന്നത്, നാഗാസ് എന്ന് പറയുന്ന ട്രൈബ് അവർ ഹെഡ് ഹണ്ടേഴ്സാണ്, അവർ തല കൊയ്തെടുക്കും എന്നുള്ളതാണ് ഈ ട്രൈബ്സിനെ പറ്റിയിട്ട് പറയണത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ ഈ നാഗാലാൻഡിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇവിടുത്തെ ഒരു നാട്ടിലൊരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അത് നാഗാലാൻഡിൽ പോകുമ്പോൾ സൂക്ഷിക്കണം, നീ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ നേരത്ത് അവർ ചിലപ്പോൾ അവിടെ കുന്തം എല്ലാം എറിഞ്ഞ് നിൻ്റെ തല ചെത്തി കളയും, അപ്പോൾ സൂക്ഷിക്കണം, നാഗാലാൻഡിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ ആൾ ഒരിക്കലും നാഗാലാൻഡിൽ പോയിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പ് കാണിച്ചിട്ട് നാഗാലാൻഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മളുടെ നാട്ടിലെ മറ്റൊരു പ്രശ്നവും ഇതാണ്, കാണാത്ത കാര്യങ്ങൾ, അനുഭവിക്കാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ആധികാരികമായിട്ട് അഭിപ്രായം പറയാനായിട്ട്. പക്ഷെ ഞാൻ നാഗാലാൻഡിൽ ചെന്നു, ഞാൻ കൊഹിമ ആണ് നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ. ഞാൻ കൊഹിമയിലേക്ക് എത്തുന്നു, ഞാൻ എൻട്രി ചെയ്യുന്നു. അവിടെ ട്രാഫിക് സിഗ്നലിൽ ഞാൻ എൻ്റെ വണ്ടി സിഗ്നൽ ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ തൊട്ടടുത്ത് എൻ്റെ വണ്ടിയിൽ കുറച്ച് ബോക്സും സ്റ്റിക്കേഴ്സും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ, ഒരു ഫ്ലാഗ് ഉണ്ട്, അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ തൊട്ടടുത്ത് ഒരു കാറിൽ ഒരു സ്ത്രീ ഇരിക്കുകയായിരുന്നു, കുറച്ച് പ്രായമുള്ള 60-65 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ. അവർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി, എവിടെ പോകണു എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ സിഗ്നൽ മാറാറായപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ മാറി നിന്നൊരു 15-20 മിനിറ്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. ആ സ്ത്രീ എന്നോട് ചോദിച്ചു, നിങ്ങൾ എത്ര ദിവസം ഉണ്ട്, കൊഹിമയിൽ എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു 12 ദിവസമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടുത്തെ ഗവർണറെ കാണാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. 12 ദിവസമാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവർ പറയുകയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിലായിരിക്കും നിൽക്കാൻ പോകണം, ഈ 12 ദിവസം നിങ്ങൾ എൻ്റെ വീട്ടിൽ നിൽക്കും. ഞാൻ അവരുടെ അടുത്ത് ആദ്യം ഇത് പറഞ്ഞെങ്കിലും പറ്റില്ല, അതെനിക്ക് വേറെ ഞാൻ അറേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു, അതല്ല, നിങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. അവർ വളരെ നിർബന്ധപൂർവ്വം അവരെ എന്നെ വീട്ടിൽ കൊണ്ടുപോവുകയും അവർ ഈ 12 ദിവസവും എനിക്ക് താമസവും ഭക്ഷണവും, ഇൻഫാക്റ്റ് കൊഹിമയിലെ എല്ലാ സ്ഥലങ്ങളും അവരുടെ കാറിൽ അവർ തന്നെ ഡ്രൈവ് ചെയ്ത് എന്നെ കൊണ്ടുപോയി കാണിച്ച ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. നമ്മളതാ പറയണം, നമ്മുടെ രാജ്യത്ത് ഈ അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു സാധനം ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നൊരു രാജ്യമാണ് നമ്മൾ. അതിഥി ദേവോ ഭവ, അത് തന്നെയാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് നോർത്തിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ സൗത്തിൽ അത്ര ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷേ പലയിടത്തും അത്, കാശ്മീരിലും അതുപോലെ തന്നെയായിരുന്നു. കാശ്മീരിൽ പെഹൽഗാം അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ആ ഫാമിലി ഞങ്ങളെ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ നോക്കിയായിരുന്നു. വളരെ നല്ല രീതിയിൽ അവർ ടുക്ക് കെയർ ഓഫ് അസ്. പക്ഷേ എൻറ്റയർ കാശ്മീർ വാസ് ഡെസേർട്ടഡ്. ആ സമയത്ത് ടൂറിസ്റ്റ് ആരും വരുന്നില്ല. അപ്പോൾ കാശ്മീരികളുടെ ആ ഒരു അവസ്ഥയും മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു. കാശ്മീരികളുടെ ആ ഒരു കഷ്ടപ്പാട്, അവർ ഒരുപാട് പ്രതീക്ഷിച്ചൊരു സീസണായിരുന്നു. ഒരുപാട് വരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചൊരു സീസൺ
അമ്പാടെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞൊരു സിറ്റുവേഷനായിരുന്നു പെഹൽഗാം അറ്റാക്ക് എന്ന് പറഞ്ഞത്. ഞാൻ ലഡാക്കിൽ യാത്ര ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ആയിരുന്നു. പെഹൽഗാമിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ലഡാക്കിലും അത് ഉണ്ടായിരുന്നു. ആൾക്കാരില്ല, വളരെ കുറവായിരുന്നു ആൾക്കാർ. ഇതൊക്കെ നല്ല അനുഭവങ്ങൾ മാത്രം ഉള്ളൊരു യാത്രയും കൂടിയായത്. ഭാവി തീരുമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടൊരു ആലോചനയിലോ അല്ലെങ്കിൽ തീരുമാനത്തിലോ എത്തിയിട്ടില്ല. ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പേര് ഗസ്റ്റ് സ്പീക്കറായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇൻഫാക്റ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ജനുവരി 31 ഒരു ഇൻവൈറ്റ് ഉണ്ട്. അവിടെ അവരൊരു പ്രഖ്യാപനം നടത്താൻ പോണ്. ജനുവരി 31 ഒരു പ്രഖ്യാപനം നടത്താൻ പോണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകാനായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അവരുടെ ഭാഗമാകാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രത്യേകിച്ച് അവരുടെ ഡയറക്ടർ ഇതിലേക്ക് വരാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ ഒരു ഇതെടുക്കണമോ എന്നുള്ളതിലേക്ക് ഞാൻ മാറിയിട്ടില്ല. പക്ഷേ എൻ്റെ ഈ ഒരു ആശയം, ഈ ഗേൾ എംപവർമെൻറ്റിനെ പറ്റിയിട്ട്, ഗേൾ എംപവർമെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ എൻ്റെ ഈ 666 ദിവസത്തെ യാത്ര കഴിഞ്ഞ് വന്നു. ഞാൻ ഇത്രയും ഏകദേശം 75,000 കുട്ടികളുമായിട്ട് സംസാരിച്ചു. ഞാൻ വിചാരിക്കുന്നില്ല എൻ്റെ യാത്ര കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിലുള്ള പെൺകുട്ടികളെല്ലാം ശാക്തീകരിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഈ ഒരു യാത്രയിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് എൻ്റെ ഈ ഒരു യാത്ര കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്, എൻ്റെ ആശയം കൊണ്ട് അവർക്ക് മോട്ടിവേറ്റഡായി, അവർക്ക് ആ കാര്യം മനസ്സിലായെങ്കിൽ, ഒരാൾക്കെങ്കിലും അത് മനസ്സിലായെങ്കിൽ, ഒരാൾക്കെങ്കിലും അത് പ്രചോദനമാകുമെങ്കിൽ എൻ്റെ യാത്ര സക്സസ്ഫുൾ ആണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ആശയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇനിയും ഈ പറഞ്ഞ പോലെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടോ, ഇപ്പോൾ ഒരുപാട് സംഘടനകൾ നമ്മുടെ രാജ്യത്ത് ഈ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഞാനൊരു വ്യക്തമായിട്ടൊരു തീരുമാനത്തിൽ വന്നിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ എപ്പോഴും ഇത് ഒരു അടിവരയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടുതൽ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമായിരിക്കും ഇനി അങ്ങോട്ടും ഉണ്ടാവുക. ഞാൻ LKG മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് അവിടെ ആര്യ സെൻട്രൽ സ്കൂളിലാണ്. ആര്യ സെൻട്രൽ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഞാൻ MG കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ MA സോഷ്യോളജി ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൽ നിന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഒരു PG ഡിപ്ലോമ ചെയ്തു. ഞാൻ അവരുടെ 2ാമത്തെ ബാച്ചായിരുന്നു. ഞാൻ IIM കാലിക്കറ്റിൻ്റെ അലുമിനിയം കൂടിയാണ്. ഞാൻ അവിടെ നിന്നൊരു സീനിയർ മാനേജ്മെൻറ്റ് പ്രോഗ്രാമും കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒരു അനുഭവമായിരുന്നു. ഞാൻ പഠിച്ച IIMൽ അവരെനിക്കൊരു സ്വീകരണം തന്നായിരുന്നു. അവിടുത്തെ ഡയറക്ടർ എന്നെ കാണുകയും എന്നെ അവിടെ ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹമായിട്ടൊരു നല്ലൊരു രീതിയിലുള്ളൊരു സംവാദം നടത്താനായിട്ട് പറ്റി. അവിടുത്തെ അലുമിനി എന്നെ ഓണർ ചെയ്തു. അപ്പോൾ അത് നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ പോയിട്ട് അങ്ങനത്തെ ഒരു ഓണറിങ്, അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഈ യാത്രയിൽ ഞാൻ അതും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പ്രധാനപ്പെട്ട ഒരുപാട് പേഴ്സണാലിറ്റീസിനെ കണ്ടായിരുന്നു. ഇപ്പോൾ ഈ പേഴ്സണാലിറ്റീസ് പറയുമ്പോൾ ഞാൻ പരമാവധി ഗവർണർമാരെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പം ഞാൻ ഈ യാത്രയിൽ 5 ഗവർണർമാരെ കണ്ടു. 5 സ്റ്റേറ്റ് ഗവർണേഴ്സിനെ കണ്ടു. അവരെ രാജ്ഭവനിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യുകയും ഞാൻ അവരെ കാണുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ വെച്ചിട്ട് ആ സമയത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അതിഷി മാഡം, അവർ ഏതോ റിപ്പോർട്ടറോ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഷീ ഇൻവൈറ്റഡ് മീ അവരുടെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. നമ്മൾ കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്തു. ശശി തരൂർ MP ഡൽഹിയിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെയും എനിക്ക് കാണാൻ പറ്റി. അതും വളരെ നല്ലൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാണ്, തിരുവനന്തപുരത്ത് യാത്ര അവസാനിക്കുന്ന ദിവസം
തിരുവനന്തപുരത്ത് വരുമ്പോൾ പുള്ളി സ്ഥലത്തുണ്ടെങ്കിൽ എന്തായാലും കാണാമെന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളിയുടെ പ്ലാൻ ഇനിഷ്യലി പുള്ളി ഉണ്ടാവും എന്നുള്ളത് തന്നെയായിരുന്നു പ്ലാന്. ബട്ട് ലാസ്റ്റ് മിനിറ്റ് ഡൽഹിക്ക് പോകേണ്ട ഒരു തീരുമാനം വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാവുമായിരുന്നു. ബട്ട് ദാറ്റ് ഈസ് ഫൈൻ. പുള്ളിയായിട്ടുള്ളൊരു കണക്ഷനും വളരെ രസകരമായിരുന്നു. അതുപോലെ വേറെ ഒരുപാട് പേഴ്സണാലിറ്റീസിനെ എനിക്ക് കാണാം. ഒരുപാട് യൂണിവേഴ്സിറ്റീസിൻ്റെ വൈസ് ചാൻസലർമാർ, ചാൻസലേഴ്സ്, അതുപോലെ നമ്മുടെ ഫിലിം ആക്ടർ നാനാ പട്ടേക്കർ. അപ്പോൾ അദ്ദേഹമായിട്ടുള്ളൊരു അതും വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചത് പൂനെയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോവുമായിരുന്നു. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു. അദ്ദേഹത്തിനെ പോലത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണാനും സംസാരിക്കാനും പറ്റിയത്. അപ്പം അങ്ങനെ ഒരുപാട് മഹത് വ്യക്തികളുമായിട്ട് നമുക്ക് ഈ ഒരു യാത്രയിൽ എനിക്ക് സംസാരിക്കാനും അവരുമായിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ എനിക്ക് പറ്റിയായിരുന്നു. അപ്പോൾ അതൊരു അച്ചീവ്മെൻ്റാണ്.